ഇപ്പോഴത്തെ സമരങ്ങൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രചരണം വേണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നേതാക്കളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഓഡിയൻസ് പോലും വേണമെന്ന് നിർബന്ധമില്ല. ഒരു നമ്പർ പൊളിറ്റിക്സിൻ്റെ ഒരു കാലമാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ അല്ലെങ്കിൽ നാളെ ഇതുവരെയുള്ള ജീവിതത്തിൽ സ്വന്തം കാര്യം, സ്വാർത്ഥത എന്നൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ കടന്നു വന്ന വഴികളെല്ലാം പ്രതിസന്ധികളുടേതായിരുന്നു. ദുർഘടമായ വഴിയിലൂടെയാണ് ജീവിതത്തിൽ എന്നും ചെറുപ്പം മുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. എന്തായിരുന്നു സംഘടനാ ജീവിതത്തിലേക്ക് നയിക്കാനുള്ളൊരു കാരണം? പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നല്ല ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. ഒരു ആക്ഷേപവും ആരോപണവും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എനിക്കെതിരെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പഞ്ചായത്തിലെ ഓരോ മണൽത്തരികളുമായി സത്യത്തിൽ എനിക്ക് 10 വർഷം കൊണ്ട് ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. മനസ്സിൽ തട്ടി സമരത്തിൽ പങ്കെടുക്കുന്നതും സമരത്തിന് നേതൃത്വം നൽകുന്നതും ഇപ്പോഴത്തെ ചില സമരങ്ങളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂവാറ്റുപുഴയുടെ മുൻ ജനനായകനായിരുന്ന എൽദോ എബ്രഹാമാണ് നമ്മളോടുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. CPIയുടെ മുൻ മൂവാറ്റുപുഴയിൽ നിന്ന് CPIയുടെ ഭാഗമായിട്ട് വിജയിച്ചു വന്നൊരു MLA ആയിരുന്നു അങ്ങ്. എനിക്ക് തോന്നുന്നു 1991 ASFൽ നിന്നും തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം. എങ്ങനെയായിരുന്നു അങ്ങനെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്? ഞാൻ 1991 AISFൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. തൃക്കളത്തൂർ NSS ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് AISFലേക്ക് എത്തിയത്. ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത്, തൃക്കളത്തൂർ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് AISFൻ്റെ പ്രവർത്തകനായിരുന്നു. സ്കൂളിൽ കോളേജ് ഇലക്ഷനിൽ വർക്ക് ചെയ്തു, മത്സരിച്ചു. AISFലൂടെയായിരുന്നോ കടന്നു വന്നത്? AISFലൂടെയാണ് വന്നത്. അതിനുശേഷം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഐരാപുരത്ത് ശ്രീശങ്കര വിദ്യാപീഠം കോളേജിലായിരുന്നു. അവിടെയും AISFൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും AISF രംഗത്തുണ്ടായിരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസ കാലത്തും തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ITIയിൽ, ചാക്ക ഗവൺമെൻറ് ITIയിൽ പഠിക്കുന്ന കാലത്ത് AISF പ്രവർത്തനം. പിന്നീട് AISFൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമൊക്കെ ആയിട്ട് 2000 വരെയുള്ള കാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലമായിരുന്നു. ആ കാലത്ത് ക്യാമ്പസ് രാഷ്ട്രീയം വളരെ സജീവമായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ AISFലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്നെ വ്യക്തിപരമായി ആകർഷിച്ചൊരു കാര്യം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SSLC പരീക്ഷയ്ക്ക് ഒരു 2 മാസം മുൻപ് എനിക്ക് ഗൗരവമുള്ള ഒരു ആരോഗ്യ പ്രശ്നം, എൻ്റെ സ്കിന്നിനൊക്കെ ഒരു വലിയ പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിലെ ജീവിത സാഹചര്യമൊക്കെ വളരെ ദയനീയമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു. ഈ 91, 92 എന്നൊക്കെ പറയുന്ന കാലയളവ്. അപ്പോൾ ചികിത്സയ്ക്ക് പോകാൻ, മരുന്ന് വാങ്ങിക്കാൻ ആശുപത്രിയിൽ പോകാൻ, അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ പാത്തറ്റിക് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സഹായകരമായി മാറിയത് ആ പ്രദേശത്ത് CPI പ്രവർത്തകരാണ്. CPI പ്രവർത്തകർ എനിക്ക് ആ സമയത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി. വീട്ടിൽ പാർട്ടി കുടുംബമാണോ? പാർട്ടി, അപ്പനൊരു കർഷകനാണ്. പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് CPIയോട് ഒരു ആഭിമുഖ്യം തോന്നിയത്. പൊതുവെ എനിക്കൊന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നുമായിരിക്കും കടന്നു വരുന്നത്. പാർട്ടി കുടുംബം എന്ന് പറയാനില്ല, പാർട്ടി അനുഭാവം, ഒരു ഇടതുപക്ഷ അനുഭാവം കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷ യഥാർത്ഥത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അസുഖമൊക്കെ ക്ലിയറായി, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. മോഡൽ എക്സാം എഴുതിയില്ല 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. നേരെ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുന്നതിന് മുൻപ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചായിരുന്നു. ഇനി പഠിക്കാൻ സാഹചര്യം അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മൂവാറ്റുപുഴയിൽ KK മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. മുരളി എന്ന് പറയുന്ന ഒരു ഏട്ടൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിനോട് ചേർന്ന് ഒരു STD ബൂത്ത് ഈ മുരളിച്ചേട്ടൻ പുതിയത് തുടങ്ങി. അപ്പോൾ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണെന്നുള്ളതുകൊണ്ട്, സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ എൻ്റെ അപ്പനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ മകനിനിപ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് STD ബൂത്തിൽ നിൽക്കാനും മരുന്നെടുത്തു കൊടുക്കാനും ഒരു കൊച്ചനെ ആവശ്യമുണ്ട്. അപ്പോൾ വിട്ടാൽ അവിടെ ഒരു ജോലി കിട്ടും, വീട്ടിലെ പ്രയാസങ്ങൾ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചാടി സമ്മതിച്ചു. കാര്യം ഇനി ഒരു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തോന്നി.
അങ്ങനെ മൂവാറ്റുപുഴയിൽ ഈ മെഡിക്കൽ ഷോപ്പിലെ ജോലിക്ക് ഞാൻ പോയി. അവിടെ ഡോക്ടർമാർ എഴുതി വരുന്ന ചീട്ടൊക്കെ വായിക്കാൻ പ്രയാസമാണെങ്കിലും മെല്ലെ വായിച്ചെടുത്തു, മരുന്നെടുത്ത് കൊടുത്തു, ഫോൺ ചെയ്യാൻ വരുന്നവർക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. 15 വയസ്സ് 16 വയസ്സൊക്കെ എത്തിയ സമയത്ത് തന്നെ ആ ഒരു പ്രായത്തിൽ തന്നെ എറണാകുളത്ത് മരുന്നെടുക്കാൻ ബസ് കയറി എറണാകുളത്ത് പോയി. മരുന്നെല്ലാം ചുവന്ന് കയറ്റി KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മുടെ സൗത്ത് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് KSRTC സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് മൂവാറ്റുപുഴ വന്ന് മരുന്ന് ഒന്ന് ഇറക്കി കൊടുത്തൊരു ഓർമ്മ നല്ലവണ്ണം ഉണ്ട്. അങ്ങനെ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഈ മുരളിയേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകണം, പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രീ ഡിഗ്രി 1-ാം വർഷം പ്രീ ഡിഗ്രിക്ക് അപേക്ഷ ഈ മുരളിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ കൊടുക്കണത്, നിർബന്ധിച്ച് കൊടുത്തു. അഡ്മിഷൻ കിട്ടി. അങ്ങനെ അഡ്മിഷന് വേണ്ടി ഒരു 146 രൂപ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മുരളിയേട്ടൻ എനിക്ക് ഒരു മാസം 150 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ആ ശമ്പളം തരുന്നത് കൂടാതെ തന്നെ എനിക്ക് ചേരാനുള്ള പൈസ കൂടി അഡീഷണൽ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് വേണ്ടി പോയത്. അങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസത്തിനൊരു നേരിയ തുടർച്ച ഉണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്ത് കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായി ASFൻ്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് ജില്ലാ ജീവിത സാഹചര്യങ്ങൾ ഇത്രത്തോളം മോശമായിട്ടും എങ്ങനെയായിരുന്നു സംഘടനാ ജീവിതം മുന്നേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? വളരെ ഇപ്പോൾ വ്യക്തിപരമായി പരിശോധിച്ചാൽ എന്താ പറയുക, ഈ കടന്നു വന്ന വഴികളെല്ലാം പ്രതിസന്ധികളുടേതായിരുന്നു. ദുർഘടമായ വഴിയിലൂടെയാണ് ജീവിതത്തിൽ എന്നും ചെറുപ്പം മുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭയപ്പാട് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് അപ്പനോ അമ്മയോ എൻ്റെ വിദ്യാർത്ഥി ആയിരുന്ന കാലത്തുള്ള സംഘടനാ പ്രവർത്തനത്തിനോ യുവജന സംഘടനാ പ്രവർത്തന കാലത്തോ നോ എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം ഒരു നേർവഴിക്ക് സഞ്ചരിക്കൂ എന്നുള്ളൊരു ബോധ്യം കൂടി അവരിൽ ഉണ്ടായിട്ടായിരിക്കാം. വീട്ടുകാർ അത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് നോ പറഞ്ഞിട്ടില്ല. അതായത് രാത്രി വൈകി എത്തിയാലും എന്തേ വൈകിയെന്ന് ചോദിക്കും, പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ശകാരം പോലും ഒരിക്കൽ പോലും ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലം പോയി. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി 2 വർഷം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയനിൽ സ്റ്റുഡൻസ് കൗൺസിലിൽ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു. ഇന്റർ ITയിൽ കൗൺസിലറായിരുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനാ കാലം ഒരു സമ്പന്നമായ സന്തോഷം നിറഞ്ഞ ഒരു കാലയളവാണ്. എന്തായിരുന്നു സംഘടനാ ജീവിതത്തിലേക്ക് നയിക്കാനുള്ളൊരു കാരണം? അപ്പം നമുക്ക് ഏതൊരു സംഘടനയോട് ആഭിമുഖ്യമുണ്ടെങ്കിലും അതിനെ നയിക്കാൻ നമുക്കൊരു കേപ്പബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫയർ ഉണ്ടാവണമില്ലേ? അതെന്തായിരുന്നു ആ ഫയർ? അല്ല, അത് ഈ നമ്മുടെ ചുറ്റിലുമുള്ള പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നല്ല ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥി സമൂഹമാണെങ്കിലും യുവജന സമൂഹമാണെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്, നമ്മളെക്കാൾ പ്രയാസമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് സാധ്യമാകുന്നതെല്ലാം ചെയ്യേണ്ടത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ആദ്യ ചുവട് വയ്ക്കുമ്പോൾ മുതൽ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊന്നും നോക്കാറില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ അല്ലെങ്കിൽ നാളെ ഇതുവരെയുള്ള ജീവിതത്തിൽ സ്വന്തം കാര്യം, സ്വാർത്ഥത എന്നൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. നന്മയെക്കുറിച്ച് മാത്രമാണ് ജീവിതത്തിൽ ഇതുവരെയും ചിന്തിച്ചിട്ടുള്ളൂ. ഒരു ആക്ഷേപവും ആരോപണവും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എനിക്കെതിരെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോടെങ്കിലും ചെയ്ത സേവനത്തിൻ്റെ പേരിൽ ഒരു ബ്ലാക്ക് ടീ പോലും വാങ്ങിക്കഴിച്ചിട്ടില്ല. കറൻസിയോട് ഒരിക്കലും ഒരു പ്രത്യേക താല്പര്യം ഒരു ഘട്ടത്തിലും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി പരമാവധി സേവനങ്ങൾ നൽകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അത് കുഞ്ഞുനാളിലേ കടന്നു വന്നതാണ്. അതിപ്പോഴും ഇങ്ങനെ. ചിലപ്പോൾ പ്രീ ഡിഗ്രിക്ക് ശേഷം പഠനം നിർത്താൻ പോയൊരു ബാലൻ പിന്നീട് മൂവാറ്റുപുഴ MLA ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഞാൻ ASF കാലം കഴിഞ്ഞ് പിന്നെ ഒരു യുവജന രംഗത്ത് AIVFൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്ന കാലത്താണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2003 മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ പരസ്യവിചാരണ ചെയ്തു. ആ പരസ്യവിചാരണയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു 2003. അപ്പോൾ ആ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു അടയാളപ്പെടുത്തിയ സമരമായിരുന്നു. അഴിമതിക്കെതിരായി, കൈക്കൂലിക്കെതിരായി ഞങ്ങൾ നടത്തിയൊരു സമരമാണ്. വളരെ വലിയ വാർത്തയായ ഒരു സമരമായിരുന്നു. അപ്പോൾ അഴിമതി നടത്തിയാൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയാൽ ചോദ്യം ചെയ്യാൻ ഒരു യുവജന സംഘടനയുണ്ട് എന്ന് മലയാളികളുടെ മുൻപിലേക്ക് ഒരു വലിയ സമരത്തിൻ്റെ സന്ദേശം നൽകാൻ 2003 ഒക്ടോബറിൽ, എൻ്റെ ഓർമ്മ ഒക്ടോബർ 24 ചെരുപ്പുമാല അണിയിച്ചൊരു സമരം നടത്തി.
അങ്ങനെ ഒരുപാട് സമരങ്ങൾക്ക് മൂവാറ്റുപുഴ പ്രാദേശികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രദേശമാണ്, ഒരു കൊച്ചു സ്ഥലമാണ്. പക്ഷേ ആ മൂവാറ്റുപുഴയ്ക്കകത്ത് നിന്ന് ഒരു വലിയ സമരത്തിൻ്റെ ഒരു തിരി കൊളുത്തിവിടാൻ അന്ന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചരിതാർത്ഥ്യമുണ്ട്. യുവജനകാലം അതങ്ങനെ പിന്നിട്ടതിന് ശേഷം ഞാൻ 10 വർഷക്കാലം പായിപ്പറ ഗ്രാമപഞ്ചായത്തിൽ അംഗമായിരുന്നു. അപ്പോൾ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണത്, ഭൂവിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും. ആ പഞ്ചായത്തിലെ ഓരോ മണൽത്തരികളുമായി സത്യത്തിൽ എനിക്ക് 10 വർഷം കൊണ്ട് ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. ആ പഞ്ചായത്തിനകത്തുള്ള ഒരു 10,000 ആളെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധം, ആത്മബന്ധം, സ്വാതന്ത്ര്യം ജനങ്ങളുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു 10 വർഷമായിരുന്നു. പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ഒരു കാലം. അപ്പോൾ അതൊക്കെ പിന്നീട് പാർട്ടിക്ക് CPIക്ക് മൂവാറ്റുപുഴയിൽ 2016 നിയമസഭ ഇലക്ഷനിൽ 16 മുൻപ് നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുന്നതിന് ഇടവന്നത് ഇതൊക്കെയായിരുന്നു. എങ്ങനെയായിരുന്നു വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം? കാരണം യുവത്വം വരുമ്പോൾ ഈ AISF, AIYF ആ ഒരു സമയത്താണ് നമുക്ക് ഈ വിപ്ലവം കുറച്ചുകൂടെ കത്തി നിൽക്കുന്നൊരു സമയം. ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? അത് ഈ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സമരങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഒരു അജിറ്റേഷൻ നടത്തിയാലും അത്തരം സമരങ്ങളെല്ലാം പ്രഹസനമായി മാറാറുണ്ട്. അതെ, മനസ്സിൽ തട്ടി സമരത്തിൽ പങ്കെടുക്കുന്നതും സമരത്തിന് നേതൃത്വം നൽകുന്നതും ഇപ്പോഴത്തെ ചില സമരങ്ങളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴത്തെ സമരങ്ങൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രചരണം വേണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മുടെ നേതാക്കളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഓഡിയൻസ് പോലും വേണമെന്ന് നിർബന്ധമില്ല. 5-6 പേർ ഒരുമിച്ച് നിൽക്കുന്നു, ഒരു വർത്തമാനം നടത്തുന്നു, ചിത്രം എടുക്കുന്നു, സമരമാണെങ്കിലും മറ്റു പരിപാടിയാണെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയം ഭരണാധികാരികൾ അവർ കൊണ്ടുവരുന്ന ജനവിരുദ്ധ നയങ്ങൾ, യുവജനവിരുദ്ധ നയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി തീരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം പഴയകാലത്ത് ഞങ്ങളുടെയൊക്കെ കാലത്തുള്ള സമരങ്ങൾ എന്ന് പറയുന്നത് തീക്ഷ്ണമായ സമരങ്ങളായിരുന്നു. സമരത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്നത്തെ സമരത്തിൽ ഒരുപക്ഷെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന്. അപ്പോൾ മർദ്ദനം ഏൽക്കേണ്ടി വന്നാൽ അതിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പല ക്യാമ്പയിനുകളും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ജയിലിലടയ്ക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഒട്ടനവധി സമരങ്ങൾ, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും അതിനകത്തൊരു ഭയപ്പാടുണ്ടായിട്ടില്ല. അങ്ങനെ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ഗൗരവമേറിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. നടത്തുന്ന സമരം അതിൻ്റെ ആശയം അതിന് ആഴമുണ്ട് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല സമരങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ ജനങ്ങളുടെ പിന്തുണയും പഴയ കാലത്തെ ക്യാമ്പയിൻസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇന്ന് ഒക്കെ ഒരു നമ്പർ പൊളിറ്റിക്സിൻ്റെ ഒരു കാലമാണ്.